ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ഒരു ഈസി സ്നാക്കായിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനിട്ട് 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങുന്ന ആട്ടപ്പൊടി ഇല്ല, അതാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങ ചൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഒരു ലൈക്ക് കാണുമ്പോൾ തന്നെ തരാൻ മറക്കരുത്. പിന്നെ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ ശർക്കരയുടെ പൊടിയാണ് ഉള്ളത്, ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരം എത്രയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ശർക്കര പാനിയാണ് ചേർക്കുന്നതെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ശർക്കര മെൽറ്റാക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് എല്ലാം പാട് ഒരു 1/4 കപ്പ് വെള്ളമാണ് എനിക്ക് ഇതിലേക്ക് ആവശ്യമായി വന്നത് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ഗോതമ്പൊടി വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് അനുസരിച്ചായിരിക്കും വെള്ളത്തിൻ്റെ അളവ് വരിക കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നമ്മളിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഒന്നും കൂടി ലൂസായി വരും കേട്ടോ. ഒരു ഫ്ലേവറിനായിട്ട് 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പാടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്ന ഒരു സ്നാക്കാണ്. ചായക്കൊന്നും പ്രത്യേകിച്ച് കടിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതായത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര, 1 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 2 പിഞ്ച് വരുന്ന ഈസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ് വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഒരു 2 പിഞ്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം പാട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം. ഇത് നമുക്കൊരു 1/4 മണിക്കൂറോളം ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതിവിടെ നിന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ വെച്ചാൽ നന്നായിട്ട് പൊങ്ങി വന്നോളൂ. അപ്പോൾ ഞാനിതൊരു 3/4 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒരു കേക്ക് ടിന്നാണ് എടുക്കുന്നത്. ഇത് ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നെയ്യൊന്ന് ഗ്രീസാക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ആവി പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പാത്രം വെച്ച് കൊടുക്കുക. നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്നത് ആ പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് മാവ് പൊങ്ങിയതിന് ശേഷം ഒരുപാടിട്ട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് അടങ്ങിപ്പോകാതെ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതെങ്ങനെ താന്നു പോകരുത്. ഇളക്കുമ്പോൾ പതയൊക്കെ താന്നു പോകുമല്ലോ, പോകാതിരിക്കാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഒഴിക്കണമെന്നില്ല. ഈ പാത്രം അങ്ങനെ തന്നെ അതിലേക്ക് കമത്തിയാലും മതിയാകും, ഒഴിച്ചു കൊടുത്താലും മതിയാകും. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ചേരുവ തേങ്ങയാണ് കേട്ടോ. തേങ്ങ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വെന്തിട്ട് നമ്മൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ല ഈ തേങ്ങ ഇങ്ങനെ പച്ച തേങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ കുറച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ റെഡിയാക്കി നോക്കിക്കോ. എല്ലാവർക്കും ഇഷ്ടമാകും. സിമ്പിളാണ്, കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാം. എനിക്കൊരു 15 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് തുറന്നിട്ട് കുറച്ച് കറുത്ത റൈസിൽസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണല്ലോ. ഈ മുന്തിരിയുടെ ഒക്കെ ഒരു ടേസ്റ്റും കൂടി കിട്ടും. കുറച്ച് കാഷ്നട്ടും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് കാഷ്നട്ട് ഏത് നട്ട്സാണോ കയ്യിലുള്ളത് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു ബാക്കി 10 മിനിറ്റും കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തത്. ബാക്കി 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഒറ്റ പിടിക്കുന്നൊന്നുമില്ല, അടിപൊളിയായി വന്നിട്ടുണ്ട്. മാഷാ അല്ലാ. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി ഇത് ആവി പാത്രത്തിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാം. അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് ചൂടാറിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് എപ്പോഴും ചൂടാറിയിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഞാനിത് അധികം ചൂട് ആറാതെയാണ് എടുക്കുന്നത്. ടൈമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ചൂടാറാതെ എടുക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കട്ടാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാവുന്ന ഒരു സ്നാക്കാണ്. ചൂട് ചായക്കൊപ്പമൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. നല്ല ചൂടോടെ ആണ് ഞാനിതാ കണ്ടോ, ആവി ഇങ്ങനെ പാറുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ല ചൂടാറിയിട്ട് എടുത്താൽ മതി കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.